നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ മുഴുവൻ വെറുപ്പിനും ക്രോധത്തിനും പാത്രമായിരിക്കുന്ന പൂജ ശകുൻ മേത്തയുടെ ഹിന്ദു മഹാസഭയ്ക്ക് 8ന്റെ പണി നൽകി താരമായിരിക്കുകയാണ് കേരള സൈബർ വാരിയേഴ്സ് എന്ന മലയാളി ഹാക്കിംഗ് സംഘടന. ഹിന്ദു മഹാസഭയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഹാക്ക് ചെയ്ത് കയറിയ ഇവർ സത്യത്തിന്റെയും അഹിംസയുടെയും നേരായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് എന്നും ഒരു പ്രചോദനമാണ് ഗാന്ധിജി എന്ന പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഹിന്ദു മഹാസഭ മുർദാബാദ് എന്നും സൈറ്റിന്റെ ലോഞ്ചിംഗ് പേജിൽ ഇവർ എഴുതി വയ്ക്കുകയുണ്ടായി. ഗാന്ധിജിയോടും രാജ്യത്തോടും പൊറുക്കാനാവാത്ത പാതകം ചെയ്ത പൂജ പാണ്ഡെയോട് തലച്ചോർ കുറക്കുന്നതിന് പകരം തടി കുറക്കാൻ ശ്രമിക്കൂ എന്നും ഗവൺമെന്റിനോട് ഈ ഹിപ്പോപ്പൊട്ടാമസിനെയും അവളുടെ ഗുണ്ടകളെയും എത്രയും പെട്ടെന്ന് രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യൂ എന്നും സൈബർ വാരിയേഴ്സ് സൈറ്റിൽ കുറിച്ചു. ഇതാദ്യമായല്ല കേരള സൈബർ വാരിയേഴ്സ് ഹിന്ദു മഹാസഭയുടെ വെബ്സൈറ്റിന് പണി കൊടുക്കുന്നത്. കേരളം ഒന്നാകെ പ്രളയത്തിൽ അടിപതറി നിൽക്കെ ബീഫ് കഴിക്കാത്ത മലയാളികൾക്ക് മാത്രമേ പ്രളയ സഹായം നൽകാവൂ എന്ന മനുഷ്യവിരുദ്ധ പ്രസ്താവനയുമായി ഇതേ ഹിന്ദു മഹാസഭയുടെ തലവൻ സ്വാമി ചക്രപാണി വിവാദമുയർത്തിയിരുന്നു. അന്ന് സഭയുടെ സൈറ്റിൽ നുഴഞ്ഞു കയറിയ കേരള സൈബർ വാരിയേഴ്സ് അവിടെ ബീഫ് കറിയുടെ പാചകവിധി പോസ്റ്റ് ചെയ്യുകയുണ്ടായി. തീർന്നില്ല, ചക്രപാണി സൈക്കോ, ഞങ്ങൾ മലയാളികൾ മനുഷ്യരെ അവരുടെ സ്വഭാവത്തിന്റെ പേരിലാണ് ബഹുമാനിക്കുന്നത്, അല്ലാതെ അവരുടെ ഭക്ഷണ രീതി കൊണ്ടല്ല എന്ന് സൈറ്റിൽ ഒരു സന്ദേശം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ത്യക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയ നിരവധി പാകിസ്ഥാനി ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ, ഇന്ത്യൻ ക്രിക്കറ്റ് താരം ധോണിയുടെ അറുത്തുമാറ്റിയ തലയുള്ള മോർഫ് ചെയ്ത ചിത്രവുമായി താരത്തെ അപമാനിച്ച ചില ബംഗ്ലാദേശ് വെബ്സൈറ്റുകൾ, കുഞ്ഞുങ്ങളോടുള്ള ലൈംഗിക ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സുന്ദരി കുട്ടികൾ എന്ന നികൃഷ്ടമായ ഒരു കുപ്രസിദ്ധ ഫേസ്ബുക്ക് പേജ്, ലൈംഗിക ആരോപണം നേരിട്ട ബോബി ചെമ്മണ്ണൂരിന്റെ വെബ്സൈറ്റ്, ജിഷ്ണു പ്രണോയ് ആത്മഹത്യാ കേസിൽ വിവാദത്തിലായ നെഹ്റു കോളേജ് ഒഫീഷ്യൽ സൈറ്റ്, നിരവധി അശ്ലീല സ്ത്രീവിരുദ്ധ സൈറ്റുകൾ, അങ്ങനെ കേരള സൈബർ വാരിയേഴ്സിന്റെ വക മുൻപ് പണി കിട്ടിയിട്ടുള്ളവരുടെ എണ്ണം നിരവധിയാണ്. ഇവയൊക്കെ ഹാക്ക് ചെയ്ത് കയറുക മാത്രമല്ല, ദേശവിരുദ്ധമായതും സാമൂഹിക വിരുദ്ധമായതുമായ കാര്യങ്ങൾ ചെയ്യുന്ന പലരെയും അവരുടെ സൈറ്റുകളിലൂടെ തന്നെ തുറന്നു കാട്ടുകയും ചെയ്തു. അവർ ചെയ്യുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണെങ്കിൽ പോലും ഉദ്ദേശശുദ്ധി എത്രയോ മഹത്താണെന്നുള്ളത് കൊണ്ടാവാം ഇതുവരെ കേരള സൈബർ വാരിയേഴ്സിനെതിരെ ഒരു പരാതി പോലും കൊടുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സൈബർ സെൽ ഇവർക്കെതിരായ നടപടികളൊന്നും ഇതുവരെ എടുത്തിട്ടുമില്ല. അതെന്തായാലും രാജ്യത്തെയും രാഷ്ട്രപിതാവിനെയും സ്വന്തം നെഞ്ചിലും ചോരയിലുമേറ്റുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാരിൽ പലരും ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഹിന്ദു മഹാസഭയ്ക്ക് ചെറുതെങ്കിലും ഇങ്ങനെയെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കുക വഴി ഇത്തവണ കേരള സൈബർ വാരിയേഴ്സ് ചെയ്തിരിക്കുന്നത്.